നമസ്കാരം. പതിരും കതിരും. ജാതി ചോദിക്കരുത് പറയരുത്, പക്ഷേ ജാതിയെ മറന്നൊന്നും ചെയ്യരുതെന്ന് പാടിയത് കവി അയ്യപ്പ പണിക്കരാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളുടെ ജാതി ഒന്നും ആരും നോക്കിയതേയില്ല. ബിന്ദു കൃഷ്ണയും ലിജുവും ജനീഷുമൊക്കെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചതായി മാത്രമേ ആളുകൾക്ക് അറിയാമായിരുന്നുള്ളൂ. മന്ത്രിയായപ്പോഴാണ് ജനം അറിഞ്ഞത് കൈപ്പത്തിയിൽ ജയിച്ചെങ്കിലും അവർ ഈഴവ മന്ത്രിമാരാണെന്ന്. ബഹുമാനപ്പെട്ട ഈഴവ മന്ത്രി എം ലിജു, ബഹുമാനപ്പെട്ട ഈഴവ മന്ത്രി ബിന്ദു കൃഷ്ണ എന്നിങ്ങനെ അവരെ ഇനി വിളിക്കേണ്ടി വരുമോ? ആരറിഞ്ഞു ഇവരുടെയൊക്കെ ജാതി? തോറ്റപ്പോൾ പ്രതിഭ കരഞ്ഞത് യഥാർത്ഥ ശ്രീനാരായണീയായ എന്നെ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളിയാണെന്നായിരുന്നു. അപ്പോൾ കരുതിയത് എം ലിജു മറ്റേതാണ്ട് ഒരു സാധനമാണെന്നാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങിപ്പോകരുതെന്ന പ്രാർത്ഥന മാത്രമേ വെള്ളാപ്പള്ളിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം പോയാൽ ഇനിയൊരു ഈഴവൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിലോ ആ സങ്കടമായിരുന്നു. പകരം വരുന്ന നായന്മാരിൽ സതീശനാകരുതേ എന്ന പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ. ആരും മന്ത്രിയാകണമെന്ന ലിസ്റ്റൊന്നും നടേശൻ കൊടുത്തിരുന്നില്ല. ഇവർ ജയിക്കുമെന്നേ കരുതാത്തത് കൊണ്ട് പ്രത്യേകമായി ലിസ്റ്റൊന്നും കരുതി വെച്ചില്ല. എന്നാൽ നടേശൻ ജിയെ കവച്ചു വെച്ചുകൊണ്ടിതാ ഈഴവ മന്ത്രിമാരുടെ ലിസ്റ്റുമായി ഒരാൾ കന്റോൺമെൻറ്റ് ഹൗസിൽ ഇന്നലെ എത്തിച്ചേർന്നു. ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദയാണ് 9 ഈഴവരെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സതീശനെ കണ്ടത്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ നിശ്ചയമായും 6 പേർ വേണം. അല്പം കൂടി കുറയ്ക്കാൻ പറ്റുമോ എന്ന് സതീശൻ ചോദിച്ചെങ്കിലും മഠത്തിലെ സ്വാമി വഴങ്ങിയില്ല. 9 ചോദിച്ചവർക്ക് 3 കൊടുത്തില്ലെങ്കിൽ വിഷമമായാലോ എന്ന് കരുതി ജനീഷിനെ കൂടി പിടിച്ച് മന്ത്രിയാക്കി. കേരള കൗമുദി എഡിറ്റോറിയൽ എഴുതിയിരുന്നത്രേ 9 മന്ത്രിമാർ ഈഴവർ വേണമെന്ന്. കൃപാസനം പത്രം വല്ലതും എഴുതിയോ ആവോ? ചുരുക്കി പറഞ്ഞാൽ ഏതു മതേതരവാദിയും അവസാനം ചെന്നുകൂടുന്നത് സ്വന്തം ജാതിയിൽ തന്നെ ആയിരിക്കും. ജാതിയുടെ പരിഗണനയിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശിവഗിരി മഠത്തിലെ സ്വാമിയാർക്ക് UDFിൻ്റെ മന്ത്രിസഭയിൽ എന്താ കാര്യമെന്ന് ചോദിക്കരുത്. സ്വാമിമാർക്ക് ലൗകിക കാര്യങ്ങളിലും ഇടപെടാം. എങ്കിൽ പിന്നെ ശിവഗിരി മഠത്തിന് ടീം UDFിൽ അങ്ങ് ചേർന്നുകൂടായിരുന്നോ? ഈ സ്വാമി പിണറായി വിജയൻ്റെ കയ്യിൽ വല്ല ലിസ്റ്റും നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ 1904 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മഠത്തിൻ്റെ ജോലി UDF സർക്കാരിൻ്റെ ഭരണകാലത്ത് ഈഴവ മന്ത്രിമാരെ ഉണ്ടാക്കുന്നതാണോ സ്വാമി? ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പദയാത്ര നടത്തുമെന്ന് പറഞ്ഞയാളാണ് ഈ സ്വാമി സച്ചിദാനന്ദ. എങ്കിൽ പിന്നെ എന്താ സ്വാമി സച്ചിദാനന്ദ ജീൻസും ടീഷർട്ടും ധരിച്ച് ശിവഗിരിയിലിരിക്കാത്തത്? എന്തിനാണ് നിങ്ങൾക്ക് ഈ കാഷായം? സന്യാസിയുടെ വേഷം അതാണല്ലോ. പക്ഷേ ഭക്തരുടെ വേഷം തീരുമാനിക്കുന്നത് സ്വാമിയാണ്. പരിഷ്കാരം സന്യാസിമാരിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങേണ്ടത് സ്വാമി? ശിവഗിരി മഠത്തിലെ സ്വാമി വെള്ളാപ്പള്ളിയെ പിന്നിലാക്കുമെന്നാണ് തോന്നുന്നത് ജാതി ചിന്തയുടെ കാര്യത്തിൽ. ലത്തീൻ കത്തോലിക്കക്കാർക്ക് വേണ്ടി പറയാൻ ഫാദർ യുജിൻ പെരേരയേ ഉള്ളൂ. മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ സഭയ്ക്കൊരു മന്ത്രി വേണമത്രേ. കടലിലെ ആവാസ വ്യവസ്ഥയുടെ അധികാരമെല്ലാം ലത്തീൻ സഭയുടെ കയ്യിലാണല്ലോ. യുജിൻ യോഗ്യനായ ഒരാളെ സജസ്റ്റ് ചെയ്യുന്നുമുണ്ട്, എം വിൻസെൻ്റ് MLA. എന്താണ് വിൻസെൻറ്റിൻ്റെ അയോഗ്യതയെന്നും ഫാദർ പെരേര ചോദിക്കുന്നു. എം വിൻസെൻ്റ് ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന കാര്യം അങ്ങ് മറന്നോ? അതൊരു യോഗ്യതയായിട്ട് വേണോ കാണാൻ? അതിൻ്റെ പേരിൽ വിൻസെൻ്റ് അകത്ത് കിടന്നതും മറന്നുപോയി കാണും. കേസിൻ്റെ വിധി വരുമ്പോൾ സതീശൻ മന്ത്രിസഭയിലെ മന്ത്രി ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നാൽ എങ്ങനെയിരിക്കും? ജട്ടി മന്ത്രിയുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അതാണ് സതീശൻ കണ്ട ഒരയോഗ്യതയും. ഇനി ഏതൊക്കെ സഭകൾ പിന്നാലെ വരുമെന്ന് ആർക്കറിയാം? എന്തായാലും സന്തോഷിക്കേണ്ട നായന്മാർക്ക് സന്തോഷിക്കാം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്പീക്കറും ദേവസ്വം മന്ത്രിയും നായന്മാരാണല്ലോ. അതോർത്ത് അടച്ചിട്ട മുറിയിൽ കയറിയിരുന്ന സുകുമാരൻ നായരും ആനന്ദിക്കാതിരിക്കില്ല. ഇത്തവണ താക്കോലിടാൻ കിഴുത്ത ചോദിക്കാതെ തന്നെ രമേശനെ ആഭ്യന്തരമന്ത്രിയാക്കിയത് സതീശൻ്റെ ഒരു മഹാമനസ്കതയല്ലേ മണിച്ചേട്ട? എന്നാലും പുതിയ സർക്കാരിനെ ഒന്ന് ഹൃദയം തുറന്ന് അനുമോദിക്കാൻ പോലും കഴിയാത്ത കെടുമ്പിച്ച മനസ്സായിപ്പോയല്ലോ പെരുന്നേലിരിക്കുന്ന ഈ സുകുമാരൻ നായരുടേത്. എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ വിളിച്ചാൽ പറന്നു വരുമല്ലോ ഇനി രമേശ് ചെന്നിത്തല. അലർച്ച ശബ്ദമൊക്കെ ഇട്ട് അനവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആഭ്യന്തരമന്ത്രി പെരുന്നിലേക്ക് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, കുളിരുകോരും. എന്തായാലും മന്നത്തപ്പൻ്റെ ശുദ്ധനായർ സിദ്ധാന്തം അനുസരിച്ച് യഥാർത്ഥ നായർ സതീശൻ തന്നെയാണ്. പണ്ട് പത്തനംതിട്ട കുമ്പഴ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി തോപ്പിൽ ഫാസി മത്സരിച്ച കാര്യം ഓർക്കുന്നില്ലേ? എടാ ഫാസിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയുമെന്ന് പറഞ്ഞ് മന്നത്തപ്പൻ ആളെ വിട്ടു. പക്ഷെ തോപ്പിൽ ഫാസി കാണാൻ പോയതേയില്ല. ഫാസി അഹങ്കാരിയാണെന്നും നായന്മാർ അയാളെ തോൽപ്പിക്കണമെന്നുമായി നായർ പ്രമാണിമാർ.
അതിന് മന്നത്തപ്പൻ പറഞ്ഞ മറുപടിയാണ് ബഹുരസം. നമ്മൾ വിളിച്ചിട്ടും അവൻ വന്നില്ലല്ലോ, അവനാടാ തന്തയ്ക്ക് പിറന്ന കമ്മ്യൂണിസ്റ്റ്, അവന് തന്നെ വോട്ട് കൊടുക്കണം. മന്നത്തപ്പൻ്റെ ഈ ഹൃദയവിശാലതയൊന്നും സുകുമാരൻ നായർക്ക് ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ സതീശൻ ഈ പഠിക്കൽ വരെ ഒന്നും വന്നില്ലല്ലോ, അവനാടാ യഥാർത്ഥ തന്തയ്ക്ക് പിറന്ന കോൺഗ്രസ്സുകാരനെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? നട്ടല് പണയം വയ്ക്കാത്തവർക്കൊപ്പം ചിലപ്പോൾ പ്രസ്ഥാനവും സമുദായവും മതവും ഒന്നും കാണണമെന്നില്ല, പക്ഷെ മനുഷ്യർ കൂടെ കാണും. ചുരുക്കി പറഞ്ഞാൽ തൊടുന്നതെല്ലാം ജാതിയിലെ അവസാനിക്കൂ എന്നായിരിക്കുന്നു. കാഷായം ധരിച്ചതും ലോഹയിട്ടതും തൊപ്പി വച്ചതും എല്ലാം ജാതിയും മതവും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ ഓഫീസും പേരും ഒക്കെ ചേർത്ത് ഡയറക്ടർ ഇറക്കുമ്പോൾ പേരിനൊപ്പം ജാതി കൂടി ചേർക്കുന്ന കാര്യം മറക്കരുത്. അവരംഗങ്ങളായ ഇടവക, കരയോഗം, ശാഖായോഗം എന്നിവ കൃത്യമായി ബ്രാക്കറ്റിൽ വേണം. ജാതി അറിഞ്ഞ് സ്നേഹിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. ചില്ലറ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര കൃത്യമായി സകലജാതി ടീംസിനെയും സമം ചേർത്ത് മെരുക്കിയെടുത്ത് ഇങ്ങനെ 2 ദിവസം കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കിയ സതീശൻ അപ്പോൾ ആരാണ്? സാക്ഷാൽ ജഗജില്ലൻ തന്നെ.